നിഷാദ്, അവിടെ പാലക്കാട്ടെ സ്ഥിതി നോക്കിയാൽ UDF പറയുന്ന അവിടെ പോരാട്ടം UDF-ഉം BJP-യും തമ്മിലാണെന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. VD സതീശന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമ്മളത് പലപ്പോഴും കേട്ടതാണ്. പക്ഷേ CPM പറയുന്നു അങ്ങനെയല്ല, അവിടെ CPM-ഉം LDF-ഉം UDF-ഉം തമ്മിലാണ് പോരാട്ടം എന്ന് വരുത്തി തീർക്കാൻ അവരുടെ ഭാഗത്ത് വലിയ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല അവിടെ അജണ്ട സെറ്റ് ചെയ്ത് തന്നെ CPM ആണ് എന്ന് നമുക്ക് ഒരുപക്ഷെ പറയേണ്ടി വരും. അത് LDF-ന് എത്രത്തോളം ഗുണം ചെയ്യാനിടയുണ്ട്? അല്ല, ഇതിനകത്ത് ദിവ്യ ഒരു കാര്യമുണ്ട്. അതായത് UDF-ഉം BJP-യും തമ്മിലാണ് മത്സരം എന്ന് പറയുന്നത്. പണ്ട് അരുവിക്കരയിലെ മത്സരത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ BJP-യുമായിട്ടാണ് മത്സരിക്കുന്നത്. അതൊരു അസാധാരണമായ വാചകമായിരുന്നു. കാരണം BJP അവിടെ ഒരു ഫാക്ടർ അല്ല, ഒരു കീറോൾ മത്സരത്തിൽ അല്ലായിരുന്നവരുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ ലെഫ്റ്റിനെ അപ്രസക്തമാക്കാൻ ഒരു പുതിയ സ്ട്രാറ്റജി ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. പക്ഷേ പാലക്കാട്ടേക്ക് വരുമ്പോൾ അത് കേവലമായ ഒരു സ്ട്രാറ്റജി മാത്രമല്ല, അതിനകത്ത് കണക്കുകളുടെ പിൻബലം അവർക്ക് അവകാശപ്പെടാൻ കഴിയും. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായി ലെഫ്റ്റിന് വലിയ ഡിപ്പ് ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് പാലക്കാട് എന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ള ഏക പാർട്ടി എന്ന് പറഞ്ഞാൽ അവിടെ BJP-യുമാണ്. അതുകൊണ്ട് BJP-യും ഞങ്ങളും തമ്മിലാണ് മത്സരം നടക്കുന്നത് എന്ന് പറയുന്നതിൽ സാങ്കേതികമായ ഒരു പിഴവ് അവരുടെ മേൽ നമുക്ക് ആരോപിക്കാൻ കഴിയില്ല എന്നത് വസ്തുതയാണ്. സത്യസന്ധമായിട്ടുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോഴും അത് തന്നെ പറയാൻ കഴിയും. ഇത്തവണയും അത് അവർ പറയുന്നതിൽ തെറ്റില്ല എന്ന് മാത്രവുമല്ല, ഏതെങ്കിലും നിലയ്ക്ക് BJP വിരുദ്ധ വോട്ടുകൾ ചിതറിപ്പോകാതിരിക്കാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊരു പ്രധാന സ്ട്രാറ്റജി അവരെടുത്തു. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെ ഷാഫി എന്ന് വിളിച്ച് കൈ കൊടുക്കാൻ സരിൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ അവഗണിക്കുന്നത് എന്തിനാണ്? ഷാഫിയെ അവമതിച്ചിറങ്ങിപ്പോയതിലുള്ള കേവലമായ വ്യക്തിപരമായ വിരോധമല്ല അതിന് പിന്നിലുള്ളത്. മറിച്ച് LDF-ന്റെ സ്ഥാനാർത്ഥിയുമായി എവിടെയെങ്കിലും ഒരു ചിത്രം പ്രത്യക്ഷപ്പെടാനേ പാടില്ല. LDF-ഉം ഞങ്ങൾ തമ്മിൽ മത്സരമുണ്ട്, LDF-ഉം UDF-ഉം സ്ഥാനാർത്ഥികൾക്ക് തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ എന്ന അടിക്കുറിപ്പിലൊരു ചിത്രം എവിടെയും വരാൻ പാടില്ല. കാരണം അവർ ചിത്രത്തിലില്ല എന്ന് സ്ഥാപിക്കാനാണ് ഫ്രം ദ വെരി ബിഗിനിങ് അവർ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? ഇവർ മത്സരത്തിലുമില്ല, ഇവർ മത്സരത്തിൻ്റെ വോട്ട് കണക്കിനുമില്ല, എവിടെയും ഇല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഞങ്ങൾ തമ്മിലാണ് മത്സരിക്കുന്നത് എന്ന് പറയുന്നതിൽ തെറ്റൊന്നും നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയില്ല. പക്ഷെ ഇതിനകത്തൊരു കാര്യമുള്ളത്, അങ്ങനെ പൂർണ്ണമായും അവഗണിക്കപ്പെട്ട ഒരു നിലയിലായിരുന്നോ ലെഫ്റ്റ് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ലായിരുന്നു. മത്സര ചിത്രത്തെ മാറ്റുന്നതിൽ ഈ സരിനെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞ സ്ട്രാറ്റജി വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് ചോദ്യം ഉണ്ടായപ്പോൾ ആ സ്ഥാനാർത്ഥി അപ്പുറത്തെ പ്രമുഖൻ, അവിടുത്തെ സോഷ്യൽ മീഡിയയുടെ ചുമതല ഉണ്ടായിരുന്ന ആൾ, പിണങ്ങി ഇറങ്ങി വന്ന ആൾ, അയാളെ ഇപ്പുറത്തേക്ക് എടുക്കുന്നു, അയാളെ സ്ഥാനാർത്ഥിയാക്കുന്നു. അദ്ദേഹം വളരെ പെട്ടെന്ന് പിണറായി വിജയനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെയും പുകഴ്ത്തി പറയുന്നു. മൊത്തത്തിൽ അത് ഇടതുപക്ഷത്തിന് ഒരു വിസിബിലിറ്റി ഉണ്ടാക്കാൻ അവിടം മുതൽ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ സ്ഥാനാർത്ഥിയെ ഒരു സാധാരണ സ്ഥാനാർത്ഥിയായി ഒതുങ്ങിപ്പോയില്ല. നിരന്തരമായ വിവാദങ്ങൾക്കകത്ത് സരിനും സാന്നിധ്യത്തിലുണ്ടായിരുന്നു. കൈ കൊടുക്കാത്തത് വിവാദമായപ്പോൾ സരിൻ ചിത്രത്തിൽ ഉയർന്നു നിന്നു. പെട്ടി വിവാദം ഉയർന്നു വന്നപ്പോൾ സരിൻ ചിത്രത്തിൽ ഉയർന്നു നിന്നു. പിന്നെ നിരന്തരമായി, അതായത് അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു ഒറ്റ കാര്യം നിഷാദ്, കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് LDF സ്ഥാനാർത്ഥിയുടെ ഒരു പ്രസൻസിന്റെ പ്രശ്നം വരുന്നത്. കഴിഞ്ഞ CP പ്രമോദ് കുമാർ അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു പുതിയ ഒരു നെറേറ്റീവ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇത്തവണ ഞാൻ വിചാരിക്കുന്നത് സരിന് കൂടുതൽ സാന്നിധ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് മാത്രവുമല്ല, ഇടതുപക്ഷം, ഞാൻ കാണുന്ന ഒരു കാര്യം, ഇടതുപക്ഷത്തിൻ്റെ ക്യാമ്പിനകത്ത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല, നമ്മൾ കുറച്ച് ഒരു വിഡ്രോവൽ മൂഡിലാണ്, ഇത് നമ്മുടെ സ്ഥലമല്ല എന്ന മട്ടിലുണ്ടായിരുന്ന ഒരു വികാരത്തെ പൂർണ്ണാർത്ഥത്തിൽ ഇല്ലാതാക്കാൻ 2 ഘടകങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കാണുന്നു. ഒന്ന്, സരിൻ്റെ സ്ഥാനാർത്ഥിത്വം നമ്മൾ മത്സരിക്കുന്നുണ്ട്, നമ്മളതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. രണ്ടാമത്, രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ള സമീപനം, രാഹുൽ വന്നാൽ ഇടതുപക്ഷത്തെ ലെഫ്റ്റ് സിമ്പതൈസേഴ്സിൻ്റെ വോട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യത കുറയുമെന്ന് DCC പോലും അഭിപ്രായപ്പെട്ടതാണ്. അപ്പോൾ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ വർദ്ധിതാവേശത്തോടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കാൻ LDF ക്യാമ്പിനെ സഹായിച്ചിട്ടുണ്ട്. ഒപ്പം സരിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരു സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വിസിബിലിറ്റി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആക്കുന്നു ഇവിടുത്തേത് 3 പേർക്കും ചാൻസ് ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നത് കണ്ടിട്ടുണ്ട്, പാലക്കാട്ടെ വോട്ടർമാർ. അപ്പോൾ ആ നിലയ്ക്ക് പ്രവചനാതീതം ആര് ജയിക്കും? സരിൻ പോലും അവസാനത്തെ മൊമെന്റിൽ പോലും വലിയ വിജയ പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഇതിനൊരു അൺസർട്ടനിറ്റി കൊണ്ടുവരുന്നതിന്, എല്ലാവരും മത്സരിക്കുന്ന ഫീൽ ഉണ്ടാക്കുന്നതിന് ഇത്തവണ LDF-ന് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവർ ഈ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. അപ്പോൾ ആ കോൺഫറൻസിന് പിന്നിൽ എന്തായിരിക്കും? അല്ല, ഈ K. സുരേന്ദ്രന്റെ സ്റ്റേറ്റ്മെന്റ് കാണാൻ 5 മണിക്ക് വരുന്ന ഒന്നാണ്. 1 മണിക്കൂർ കൂടി അവസാനം വോട്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. ഞാൻ അതിനെ പെട്ടെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കൂടി ബാക്കി നിൽക്കെ ഞങ്ങൾ 1ാമത് വരും, കോൺഗ്രസ് 3ാമത് പോകുമെന്ന് പറയുന്നതിനകത്ത് ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നത്, അതുകൊണ്ട് 2ാം സ്ഥാനത്ത് സരിൻ വരാൻ പോവുകയാണ്, അതുകൊണ്ട് BJP വിരുദ്ധ വോട്ടർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആശയക്കുഴപ്പം വേണ്ട, സരിന് വോട്ട് ചെയ്തോളൂ, സരിനാണ് സെക്കൻഡ് പൊസിഷനുള്ളത് എന്ന് പറയുക വഴി ചെതറിക്കുക എന്ന് പറയുന്ന പരിപാടി അവസാനത്തെ 1 മണിക്കൂറിലെ ഒരു ചെതറിക്കൽ സ്ട്രാറ്റജിയാണത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം മൊത്തം കണക്കുകൾ എടുത്തിട്ട് ഞങ്ങൾ വിജയിക്കാൻ പോകുന്നുള്ള കോൺഫിഡൻസ് പറഞ്ഞതാണെന്ന് എനിക്ക് അപ്പോൾ തോന്നിയില്ല ദിവ്യ.